ഇന്നത്തെ പരീക്ഷയുടെ 2025-26 വർഷത്തെ 2ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, നുക്മിലു ഷംസൽ മുഫ്രദാത്ത്, പദസൂര്യൻ പൂരിപ്പിക്കണം. ഇവിടെ ഒരു പച്ചക്കറി ചന്തയുണ്ട്. അതിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് ആ പച്ചക്കറികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പദസൂര്യനിൽ അൽ ഹലറാവാത്ത് എന്നാണുള്ളത് പച്ചക്കറികൾ. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പച്ചക്കറികളുടെ പേര് ഇങ്ങനെ ചുറ്റും എഴുതുക. ബാമിയ വെണ്ടക്ക, കറ ചുരങ്ങ, ജസർ ക്യാരറ്റ്, അദസ് പയർ, മൽഫൂഫ് ഉണ്ട് അവിടെ കാബേജ്, പിന്നെ എന്തുണ്ട് ഖിയാർ കക്കിരി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് എഴുതിയാൽ മതി. പിന്നെ നുക്മിലുൽ ജുമല, ഈ സെൻറ്റൻസുകൾ പൂരിപ്പിക്കണം. ആദ്യത്തെ ബോക്സിൽ ആപ്പിൾ ആണുള്ളത് അല്ലേ? അപ്പോൾ എന്തെഴുതണം? ഫിൽ ഉൽബത്തി തുഫാഹത്തുൻ, തുഫാഹുൻ എന്ന് എഴുതിയാലും മതി. ഫിൽ ഉൽബത്തി ബോക്സിൽ തുഫാഹുൻ ആപ്പിൾ ഉണ്ട്. അടുത്തതോ ഫിൽ ഉൽബത്തി ബുർത്തുക്കാലുൻ, ബോക്സിൽ നാരങ്ങയുണ്ട്. അടുത്ത ഫിൽ ഉൽബത്തി ഫറാവിലത്തുൻ, ബോക്സിൽ സ്ട്രോബെറി ഉണ്ട്. ഇനി നഖ്റഉൽ ഇസ്മ വനലൗ അലാമത്ത ടിക്ക് മാർക്ക് ചെയ്യണം. ആദ്യത്തെ ചിത്രം കറ ആണല്ലേ, ചുരങ്ങയാണ്. അപ്പോൾ കറഉൻ എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. അടുത്തതോ ബുർത്തുക്കാലുൻ, നാരങ്ങ, ബുർത്തുക്കാലുൻ എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇനി നുലവിനു, നിറം കൊടുക്കണം. ഈ കാറിൽ കുറേ നമ്പർ കാണാം, 1, 2, 3 എന്ന നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയുണ്ട് ഏതൊക്കെ നിറമാണ് നൽകേണ്ടത് എന്ന്. 1 ഇട്ട കള്ളികളിൽ അഹ്മർ നിറം കൊടുക്കണം. അഹ്മർ എന്താണ്? റെഡ്, ചുവപ്പ്. 2 ഇട്ട ഭാഗത്തോ അഹ്ലർ നൽകണം, അഹ്ലർ പച്ച. 3 അസ്വദ്, 3 ഇട്ടത് എങ്കിൽ അവിടെ അസ്വദ് കറുപ്പ് നിറം കൊടുക്കണം. ഇവിടെ ടയറിനാണ് 3 ഉള്ളത്, ബാക്കിയുള്ളത് നോക്കിയാൽ 1ഉം 2ഉം കാണാം. ഇനി നുക്മിലുൽ മൻലൂമ, ഇവിടെ കവിത പൂരിപ്പിക്കണം. ഒരു കവിത കൊടുത്തിട്ടുണ്ട്, കുറേ ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കവിത പൂരിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തത് ഹാദിഹി ഹാഫിലത്തുൻ, ഇതൊരു ബസ്സാണ്. ഹാഫിലത്തുൻ കബീറത്തുൻ, വലിയ ബസ്. അടുത്തത് എന്താണ്? ഒരു സൈക്കിളിൻ്റെ ചിത്രമാണുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയും? ഹാദിഹി ദറാജത്തുൻ, ഇതൊരു സൈക്കിളാണ്. ദറാജത്തുൻ സഗീറത്തുൻ, ചെറിയ സൈക്കിൾ. പിന്നെ ഒരു ഷിപ്പാണ്, കപ്പൽ. ഹാദിഹി സഫീനത്തുൻ, ഇതൊരു കപ്പലാണ്. സഫീനത്തുൻ കബീറത്തുൻ, വലിയൊരു കപ്പൽ. പിന്നത്തെ ചിത്രം ഒരു തീവണ്ടിയാണത്. തീവണ്ടിക്ക് എന്താ പറയുക? ഖിത്താർ. അപ്പോൾ ഹാദാ ഖിത്താറുൻ, ഇതൊരു തീവണ്ടിയാണ്. ഖിത്താറുൻ തവീലുൻ, നീളമുള്ള തീവണ്ടി. പിന്നെ ഒരു തോണി അല്ലേ? തോണിക്ക് എന്ത് പറയും? ഖാരിബ്. അപ്പോൾ ഹാദാ ഖാരിബുൻ, ഇതൊരു തോണിയാണ്. ഖാരിബുൻ സഗീറുൻ, ചെറിയ തോണി. അങ്ങനെ എഴുതിയാൽ മുഴുവൻ ശരിയാകും. ഇനി നഖ്താറുൽ ജുംലത്തൽ മുവാഫഖത വനക്തുബു, അനുയോജ്യമായ ജുംലകൾ ഈ ബോക്സിൽ നിന്നും കണ്ടെത്തി ഓരോ ചിത്രത്തിനും താഴെ എഴുതണം. ബോക്സിലുള്ള ജുംലകൾ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ഉനല്ലിഫു റിജ്ല, ഞാൻ കാൽ വൃത്തിയാക്കുന്നു. പിന്നെ ഉനല്ലിഫുൽ അസ്നാന, ഞാൻ പല്ലുകൾ വൃത്തിയാക്കുന്നു. അടുത്തത് ഉനല്ലിഫുൽ യദ, ഞാൻ കൈ വൃത്തിയാക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ചിത്രം ഉനല്ലിഫുൽ യദ എന്നാണ് എഴുതേണ്ടത്. ഞാൻ കൈ വൃത്തിയാക്കുന്നു, കൈ കഴുകുന്നതല്ലേ കാണുന്നത്? അതെ. രണ്ടാമത്തതോ ഉനല്ലിഫുൽ അസ്നാന, ഞാൻ പല്ലുകൾ വൃത്തിയാക്കുന്നു. മൂന്നാമത്തത് ഉനല്ലിഫുൽ റിജ്ല, ഞാൻ കാല് വൃത്തിയാക്കുന്നു. അങ്ങനെ എഴുതുക. ഇനി നുക്മിലുൽ ജുംലത ബിസ്തിആനത്തി സൂറത്തി, ചിത്രങ്ങളുടെ സഹായത്തോടെ ഈ ജുംലകൾ പൂരിപ്പിക്കാം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? ബാറ്റ്. ഇൻദൽ വലദി മിളറബുൻ, കുട്ടിയുടെ അടുക്കൽ ബാറ്റുണ്ട്. വലത് കുട്ടി. ഇൻദൽ വലദി എന്ന് പറഞ്ഞാലോ കുട്ടിയുടെ അടുക്കൽ മിളറബുൻ, ബാറ്റുണ്ട്. ഇനി അടുത്തത് ഒരു പെൺകുട്ടിയാണല്ലേ, അതുകൊണ്ട് ഇൻദൽ ബിന്ദി എന്നാണുള്ളത്. പെൺകുട്ടിയുടെ അടുക്കൽ ദുമ്യത്തുൻ, പാവയുണ്ട്. ദുമ്യത്ത് കളിപ്പാവ. ഓക്കെ. ഇനി നർസുമു സൂറത്തൽ ഖുറത്തി വനുലവ്വിനു വനക്തുബു, നമുക്ക് ഈ ബോക്സിൽ ഖുറത്തിന്റെ ചിത്രം വരക്കാം, ബോളിന്റെ ചിത്രം വരക്കാം. വനുലവ്വിനു, എന്നിട്ട് അതിന് നിറം നൽകാം. വനക്തുബു, എന്നിട്ട് അത് എഴുതാം. ബോളിന്റെ ചിത്രം ഒരു വട്ടം വരച്ചാൽ മതി. ഞാനിവിടെ അടിപൊളി ഒരു ബോൾ വരച്ചിട്ടുണ്ട്. അതേപോലെ ഒന്നും വരക്കണ്ട, ഒരു ചെറിയൊരു വട്ടം വരച്ചാൽ മതി. എന്നിട്ട് അതിനൊരു നിറം കൊടുക്കുക. ഹാദിഹി ഖുറത്തുൻ, അവിടെ എന്ത് എഴുതണം? ഇതൊരു ബോളാണ് എന്ന് എഴുതുക. ഏത് നിറം വേണമെങ്കിലും നൽകാം.
ഇനി നസ്ലു ബിൽ മുവാഫിക്, അനുയോജ്യമായവ യോജിപ്പിക്കണം. ഒന്നാമത് ഷദ്ദുൽ ഹബ്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ഷദ്ദുൽ ഹബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വടംവലിയാണല്ലേ. അതുകൊണ്ട് വടംവലിയുടെ നേരെ വരക്കുക. രണ്ടാമത്തത് കസറുൽ ജറത്ത്, കലമുടക്കൽ. അതുകൊണ്ട് കലമുടക്കലിൻ്റെ നേരെ വരക്കുക. പിന്നെയോ അടുത്തതും വരച്ച് യോജിപ്പിക്കാനാണ്. ലഅബത്തുൽ കറാസി എന്ന് എഴുതിയത് കാണാം. എന്ന് വെച്ചാൽ കസേരകളി. കസേരകളിയുടെ ചിത്രം ഇതാണല്ലേ. അതുകൊണ്ട് ലഅബത്തുൽ കറാസി എന്ന് എഴുതിയതിൽ നിന്നും കസേരകളിയിലേക്ക് വരക്കുക. അടുത്തത് നക്തുബു അസ്മാ അൽ അലാബ്, കുറെ കളികളുടെ ചിത്രമുണ്ട്. ആ ചിത്രങ്ങളുടെ അടിയിൽ അവയുടെ പേര് എഴുതുക. ആദ്യം സൈക്കിൾ ഓട്ടമാണല്ലേ. സൈക്കിൾ ഓട്ടത്തിന് എന്ത് പറയും? റുകൂബുദ്ദറാജ, സൈക്കിൾ ഓട്ടം. അടുത്തതോ കസറുൽ ജറ, കലമുടക്കൽ. അങ്ങനെ എഴുതുക. ഇനി നക്തുബു അദദൽ ലാഇബീന വ അസ്മാ അൽ ലാഇബി, ഇവിടെയുള്ള ഓരോ കളി കാണുന്നുണ്ട് അല്ലേ. ഒരു വടംവലിയുണ്ട്, പിന്നെ കസേര കളിയുണ്ട്. അപ്പോൾ ഈ വടംവലിയുടെ പേരും എഴുതണം, വടംവലിയിൽ എത്ര പേരാണ് പങ്കെടുത്തത് എന്നും എഴുതണം. അതേപോലെ കസേരകളിയുടെ പേരും അതിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് എന്നും എഴുതണം. ഇവിടെ ആദ്യം ഈ സെന്റൻസ് വായിച്ചു നോക്കൂ. ഷാറക്ക ഡാഷ് താലിബൻ എന്നാണ് ഉള്ളത്. എത്ര കുട്ടികളാണ് പങ്കെടുത്തത് എന്നാണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് എണ്ണി നോക്കിയാൽ 14 കുട്ടികളെ ഇവിടെ കാണാം. അപ്പോൾ 14 എന്ത് പറയും? അർബഅത അശറ. അപ്പോൾ ഷാറക്ക അർബഅത അശറ താലിബൻ, 14 കുട്ടികൾ പങ്കെടുത്തു. ഫി മുസാബക്കത്തി ഡാഷ്, ഫി മുസാബക്കത്തി എന്ന് പറഞ്ഞാൽ മത്സരത്തിൽ. ഏത് മത്സരത്തിൽ? ഫി മുസാബക്കത്തി ഷദ്ദിൽ ഹബിലി, വടംവലി മത്സരത്തിൽ. വടംവലി മത്സരത്തിൽ 14 കുട്ടികൾ പങ്കെടുത്തു. അടുത്തത് കസേരകളിയാണല്ലേ. എത്ര പേരുണ്ട്? എണ്ണ നോക്കിയാൽ 16 കിട്ടുക. അപ്പോൾ ഷാറക്ക സിത്തത്ത അശറ താലിബൻ, 16 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫി മുസാബക്കത്തി ലഅബത്തിൽ കറാസി, കസേരകളിയിൽ. കസേരകളിക്ക് ലഅബത്തുൽ കറാസി എന്നാണ് പറയുക. അപ്പോൾ ഷാറക്ക സിത്തത്ത അശറ താലിബൻ ഫി മുസാബക്കത്തി ലഅബത്തുൽ കറാസി, കസേരകളിൽ 16 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇനി നക്തുബു ഹുറൂഫൽ ജുംലത്തി മുസ്തഖില്ലതൻ, ഈ ഹുറൂഫൽ കലിമത്ത്, ഇവിടെ കലിമത്തുണ്ട്, ഒരു വാക്കുണ്ട് അല്ലേ. ഖസീറുൻ എന്നൊരു വാക്കുണ്ട്, തൊവീലുൻ എന്ന വാക്കുണ്ട്. ഈ വാക്കുകളിലെ അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതണം. എങ്ങനെ എഴുതാം? ഖസീറുൻ, ഖസീറുൻ. അതേപോലെ തൊവീലുൻ്റെതും ത്വ വി ലുൻ അല്ലേ. വാവ് യാ എല്ലാം വേറെ വേറെ ആക്കി എഴുതുക. ഇനി നേരെ തിരിച്ച് ഇവിടെ വേറെ വേറെ ആക്കി കൊടുത്തിട്ടുണ്ട്. സ ഗീ റ തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക ബി റ തുൻ, അത് ഒരുമിച്ച് കൂട്ടി എഴുതണം. എങ്ങനെ എഴുതും? സഗീറത്തുൻ കബീറത്തുൻ. ഇനി നക്തുബു കബീറത്തുൻ അല്ലെങ്കിൽ സഗീറത്തുൻ. കബീറത്തുൻ എന്നോ സഗീറത്തുൻ എന്നോ എഴുതണം. കപ്പൽ വലുതാണ് അല്ലേ, സൈക്കിള് ചെറുതാണ്. അതുകൊണ്ട് ഹാദിഹി സഫീനത്തുൻ കബീറത്തുൻ, ഇതൊരു വലിയ കപ്പലാണ് എന്ന് എഴുതുക. അടുത്തതോ സൈക്കിളിന്റെ നേരെ താഴെയുള്ളതിന് ഹാദിഹി ദറാജത്തുൻ സഗീറത്തുൻ, ഇതൊരു ചെറിയ സൈക്കിളാണ് എന്നും എഴുതുക. നുലാഹിലു സൂറത്ത വനക്തുബു തൊവീലുൻ ഖസീറുൻ. ഇനി ഇവിടെ എഴുതേണ്ടത് തൊവീലുൻ എന്നും ഖസീറുൻ എന്നുമാണ്. തൊവീലുൻ എന്നാൽ നീളമുള്ളത്, ഖസീറുൻ നീളം കുറഞ്ഞത്. ആദ്യം കലമുൻ, വലിയ നീളമുള്ള പേനയുടെ എന്തെഴുതി? കലമുൻ തൊവീലുൻ, നീളമുള്ള പേന. അടുത്തതോ കലമുൻ ഖസീറുൻ, നീളം കുറഞ്ഞ പേന. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്.